ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം. ശ്ലോകം 3. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. വിവർത്തനം. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. ഭാവാർത്ഥം: മനുഷ്യർ പല വിധത്തിലുള്ളവരാണ്. അനേകായിരങ്ങളിൽ ഒരുവന് മാത്രമേ പരമസത്യമെന്തെന്ന്, ശരീരമെന്നാൽ എന്ത്, ആത്മാവെന്ത് എന്നെല്ലാം അറിയാൻ യത്നിക്കത്തക്കവണ്ണം അതീന്ദ്രിയ സാക്ഷാത്കാരത്തിൽ താൽപ്പര്യമുണ്ടാകാറുള്ളൂ. പൊതുവെ മനുഷ്യ സമൂഹം ഭക്ഷണം, നിദ്ര, സ്വയം രക്ഷ, കാമപൂർത്തി തുടങ്ങിയ ജന്തുസഹജങ്ങളായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു തന്നെ ജീവിതം കഴിച്ചുകൂട്ടുന്നു. അതീന്ദ്രിയ ജ്ഞാനത്തിൽ കൗതുകമുള്ളവർ എത്രയോ ദുർലഭം. ഭഗവത്ഗീതയുടെ ആദ്യത്തെ 6 അധ്യായങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് ആർക്കു വേണ്ടിയാണെന്ന് ഇനി പറയുന്നു. ആത്മസാക്ഷാത്കാരം, പരമാത്മസാക്ഷാത്കാരം, ജ്ഞാനയോഗം, ധ്യാനയോഗം എന്നിവയിലൂടെയുള്ള സാക്ഷാത്കാരം, ആത്മാവും പദാർത്ഥവും തമ്മിൽ വേർതിരിച്ചറിയൽ എന്നിങ്ങനെയുള്ള അതീന്ദ്രിയ ജ്ഞാനത്തിൽ താൽപ്പര്യമുള്ളവർക്കു വേണ്ടിയാണിത്. എന്നാൽ കൃഷ്ണാവബോധമുള്ളവർക്കേ കൃഷ്ണനെ അറിയാൻ കഴിയൂ. മറ്റുള്ള അതീന്ദ്രിയ ജ്ഞാനികൾക്ക് അവ്യക്തഗത ബ്രഹ്മസാക്ഷാത്കാരമുണ്ടാവാം. കൃഷ്ണനെ അറിയുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞതത്രേ അത്. പരമപുരുഷനാണ് കൃഷ്ണൻ. അതേസമയം ബ്രഹ്മ പരമാത്മ വിജ്ഞാനങ്ങൾക്ക് അതീതനുമാണ്. കൃഷ്ണനെ മനസ്സിലാക്കാനുള്ള യത്നത്തിൽ യോഗികളും ജ്ഞാനികളും ആശയക്കുഴപ്പത്തിലാകുന്നു. അദ്വൈതവാദികളിൽ ശ്രേഷ്ഠനായ ശ്രീപാദ ശങ്കരാചാര്യർ പോലും തൻ്റെ ഗീതാഭാഷ്യത്തിൽ കൃഷ്ണനാണ് പരമപുരുഷനായ ഭഗവാനെന്ന് സമ്മതിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവ്യക്തഗത ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവർക്കും കൃഷ്ണൻ സുഗ്രാഹ്യനല്ലെന്നതാണ് അതിന് കാരണം. കൃഷ്ണനാണ് പരംപുരുഷനായ ഭഗവാൻ, സർവകാരണങ്ങൾക്കും കാരണഭൂതനും ആദി പുമാനുമായ ഗോവിന്ദനും അദ്ദേഹം തന്നെ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഭക്തിയില്ലാത്തവർക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഭക്തിയുടെ സേവനത്തിൻ്റെ വഴി എത്രയും എളുപ്പമുള്ളതെന്ന് അവർ ഉദ്ഘോഷിക്കും. ഇത് അഭക്തന്മാർക്ക് പരിശീലിക്കാൻ കഴിയുകയില്ല. ഭക്തിമാർഗം ഇത്രയും നിഷ്പ്രയാസമാണെങ്കിൽ അവർ എന്തിന് വിഷമമുള്ള വഴിക്ക് നീങ്ങുന്നു? വാസ്തവത്തിൽ ഭക്തിമാർഗം ഒട്ടും എളുപ്പമുള്ളതല്ല. ഭക്തി എന്തെന്നറിയാത്ത അനർഹരായ മനുഷ്യർ സഞ്ചരിക്കുന്ന ഭക്തിമാർഗം സുഗമമായിരിക്കാം. എന്നാൽ നിയമ നിബന്ധനകളോടുകൂടി അത് പരിശീലിക്കുന്ന പക്ഷം ഊഹാപോഹ പടുക്കളായ പണ്ഡിതന്മാർക്കും തത്വചിന്തകർക്കും ആ വഴി ഉപേക്ഷിക്കേണ്ടി വരും. ശ്രീല രൂപ ഗോസ്വാമി ഭക്തി രസാമത സിന്ധുവിൽ പറയുന്നു: ശ്രുതിസ്മൃതി പുരാണാദി പഞ്ചരാത്ര വിധിം വിനാ ഐകാന്തികീ ഹരിർഭക്തിരുത്പാദായൈവ കൽപ്പതേ. ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, നാരദ പഞ്ചരാത്രം തുടങ്ങിയ ആധികാരിക ഗ്രന്ഥങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഭഗവത് സേവനം അനാവശ്യമായൊരു സാമൂഹ്യ അസ്വസ്ഥത മാത്രമായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ യശോദാപുത്രനായോ അർജുനൻ്റെ തേരാളിയായോ മനസ്സിലാക്കാൻ ബ്രഹ്മാനുഭൂതി നേടിയ അവ്യക്തഗതവാദിക്കോ പരമാത്മ സാക്ഷാത്കാരം സിദ്ധിച്ച യോഗിക്കോ സാധിക്കുകയില്ല. ശ്രേഷ്ഠരായ ദേവന്മാരും കൃഷ്ണനെ ശരിക്ക് അറിഞ്ഞില്ലെന്നു വരാം. മുഹ്യന്തി യത് സൂരയഃ മാം തു വേദ ന കശ്ചന. എന്നെ യഥാരൂപത്തിൽ ആരും അറിയുന്നില്ല എന്ന് ഭഗവാൻ സ്വയം പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഒരാൾ അറിഞ്ഞെന്നു വന്നാൽ സ മഹാത്മാ സുദുർലഭഃ. അങ്ങനെയുള്ളൊരു മഹാത്മാവ് വളരെ വിരളമാണ്. ഭഗവാനെ ഭക്തിപൂർവ്വം സേവിക്കുന്നവർക്കൊഴികെ മറ്റാർക്കും അവിടുത്തെ യാഥാർത്ഥ്യമറിയാൻ വയ്യ. തത്വതഃ വിശിഷ്ടരായ പണ്ഡിതന്മാർക്കും തത്വചിന്തകർക്കും കൂടി
അജ്ഞേയനാണ് കൃഷ്ണൻ. സർവകാരണങ്ങൾക്കും കാരണഭൂതനായ സർവവ്യാപിയായ കൃഷ്ണൻ്റെ അചിന്ത്യങ്ങളും ദിവ്യങ്ങളുമായ ഗുണങ്ങളുടെ പ്രഭാവം, ഐശ്വര്യം, യശസ്, ശക്തി, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം എന്നിവയെക്കുറിച്ചെങ്കിലും അറിയാൻ അവിടുത്തെ ശുദ്ധഭക്തന്മാർക്കേ കഴിയൂ. അതിന് കാരണം ഭക്തരിൽ കൃഷ്ണനുള്ള അളവറ്റ കാരുണ്യമാണു താനും. ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ പരമകാഷ്ഠയത്രേ കൃഷ്ണൻ. അദ്ദേഹത്തെ നിജാവസ്ഥയിൽ അറിയുന്നത് ഭക്തന്മാർ മാത്രം. അതുകൊണ്ട് ഇപ്രകാരം പറയപ്പെടുന്നു: അധഃ ശ്രീകൃഷ്ണനാമാദി ന ഭവേത് ഗ്രാഹ്യമിന്ദ്രിയൈഃ സേവോന്മുഖേ ഹി ജിഹ്വാദൗ സ്വയമേവ സ്ഫുരദ്യതഃ. സ്ഥൂലേന്ദ്രിയങ്ങൾ കൊണ്ട് കൃഷ്ണനെ അറിയുവാൻ ആർക്കും സാധ്യമല്ല. പ്രേമപൂർവം തന്നെ സേവിക്കുന്നവരിൽ കരുണ തോന്നി അവിടുന്ന് അവർക്ക് സ്വയം തന്നെ വെളിപ്പെടുത്തുന്നു. ഭക്തിരസാമൃത സിന്ധു 1-2 234. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.